ഇന്ന് ലോക ഫോട്ടോഗ്രാഫി ദിനമാണ് എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ആദ്യം തന്നെ പറഞ്ഞിരുന്നല്ലോ. മലയാള പത്ര ഫോട്ടോഗ്രാഫി രംഗത്തെ ഏറ്റവും പ്രധാന മുഖങ്ങളിൽ ഒരാളാണ് ഇന്ന് നമ്മുടെ അതിഥിയായി എത്തുന്നത്. മലയാള മനോരമയിൽ അടക്കം മുതിർന്ന ഫോട്ടോഗ്രാഫറായിരുന്ന പി മുസ്തഫയാണ് നമുക്കൊപ്പം ഉള്ളത്. ചരിത്രത്തിനൊപ്പമുള്ള പതിറ്റാണ്ടുകളായുള്ള സഞ്ചാരം, അതാണ് പി മുസ്തഫയുടെ ഫോട്ടോഗ്രാഫി ജീവിതം എന്ന് പറയുന്നത്. പ്രേക്ഷകർക്ക് പരിചിതമായ അപൂർവം ഫോട്ടോകൾക്ക് പിന്നിലെ കണ്ണും കൈയും ഇദ്ദേഹമായിരുന്നു. ഗുഡ് മോർണിംഗ് പി മുസ്തഫ. ഹലോ മലയാളത്തിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അങ്ങ് ഈ ലോക ഫോട്ടോഗ്രാഫി ദിനത്തിൽ ഞങ്ങളുടെ അതിഥിയായി എത്തിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്, ചാരിതാർത്ഥ്യമുണ്ട്. കാരണം അങ്ങയെ ഒരുപാട് ആളുകൾക്ക് അറിയാം. അങ്ങയുടെ പല വീഡിയോകളും അങ്ങയുടെ ഒരുപാട് ഫോട്ടോകൾ ആളുകൾക്ക് പരിചിതമാണ്. പക്ഷേ നവകാലത്ത് ഇറങ്ങിയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ യുവാക്കൾ ഉൾപ്പെടെ നിരവധി ആളുകൾ നിരന്തരമായി കാണുന്ന ദൃശ്യങ്ങളാണ്. അങ്ങയുടെ ചിത്രങ്ങൾ ഞങ്ങളിപ്പോൾ ഇതാ ഈ സ്ക്രീനിലൂടെ കാണിക്കാൻ പോവുകയാണ്. നോക്കൂ, ഞാൻ അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി അങ്ങയുടെ തന്നെ ഫേസ്ബുക്ക് വാളിൽ കണ്ട ഒരു ചിത്രം മൈക്കിൾ ജാക്സന്റെ ഒരു ഫോട്ടോയാണ്. എപ്പോഴെടുത്തതാണത്? ആദ്യം പറഞ്ഞു തുടങ്ങാത്. 1996 ഞാൻ ഡൽഹിയിൽ ജോലി ചെയ്യുന്ന കാലത്ത്. അതിനൊരു ചെറിയ കഥ ഉണ്ട്, അതും കൂടെ പറഞ്ഞിട്ട് നിൽക്കാം. അപ്പോൾ പിന്നെ മൈക്കിൾ ജാക്സൻ്റെ പരിപാടി ഇന്ത്യയിലേക്ക് വരുമ്പോൾ മനോരമൻ്റെ ചീഫ് ന്യൂസ് എഡിറ്റർ, അന്നത്തെ ചീഫ് ന്യൂസ് എഡിറ്റർ ആയിരുന്ന തോമസ് ജേക്കബ് സാറാണ് എന്നെയും വിക്ടറേയും പിന്നെ മനോരമ ഓഫീസിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞത്, 2 പരിപാടിയുണ്ട്. ഒന്ന് മൈക്കിൾ ജാക്സൺ ബോംബെയിൽ വരുന്നു, മറ്റൊന്ന് ലോക സുന്ദരിപ്പട്ടമാണ്. അപ്പോൾ മലയാള മനോരമയിൽ എന്നെക്കാളും സീനിയർ ആയിട്ടുള്ളത് വിക്ടർ ജോർജ് ആയിരുന്നു അന്ന്. ശരിക്കും പറഞ്ഞാൽ ഞാനാണ് വളരെ സീനിയർ ആയിട്ടുള്ള ആൾ, പക്ഷേ മനോരമയിൽ സീനിയർ ആയിട്ടുള്ള ആൾ വിക്ടറാണ്. അപ്പോൾ ഈ 2 ചോയ്സിൽ പിന്നെ ആദ്യം വിക്ടർ പറയട്ടെ എന്താണ് വേണ്ടത് എന്നുള്ളത്, വിക്ടർ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ വിക്ടർ ആദ്യം തന്നെ പറഞ്ഞു, ഞാൻ വളരെ ചുരുക്കിയാണ് പറയുന്നത്, വിക്ടർ ആദ്യം തന്നെ പറഞ്ഞു, ഞാൻ ബാംഗ്ലൂരിൽ നടക്കുന്ന ലോക സുന്ദരിപ്പട്ടത്തിൻ്റെ ഫോട്ടോ എടുക്കാൻ പോയേക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നത് വിക്ടർ ഒരിക്കലും മൈക്കിൾ ജാക്സനെ പറയരുതേന്നായിരുന്നു. അപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമാണ് ഉണ്ടായത്. അപ്പോഴാണ് തോമസ് ജേക്കബ് സാർ എന്നോട് പറഞ്ഞത്, മൈക്കിൾ ജാക്സൻ്റെ പരിപാടിക്ക് പോകാനുള്ള പിന്നെ ആപ്ലിക്കേഷൻ അയക്കണമെന്ന് പറഞ്ഞു. ആപ്ലിക്കേഷൻ അയച്ചിട്ട് അവർ തീരുമാനിക്കണം, എന്നാൽ മാത്രമേ എടുക്കുള്ളൂ. അങ്ങനെ മനോരമയ്ക്ക് വേണ്ടി ഞാനും ആപ്ലിക്കേഷൻ അയച്ചു മൈക്കിൾ ജാക്സൻ്റെ പരിപാടിക്ക് വേണ്ടിയിട്ട്. അതൊരു നവംബറിലാണ് മൈക്കിൾ ജാക്സൺ ബോംബെയിൽ വരുന്നത്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ആകെ 12 പേരെ തിരഞ്ഞെടുത്തിട്ടുള്ളൂ. അതിലൊരാളായിട്ട് മനോരമൻ്റെ ഫോട്ടോഗ്രാഫർ. പിന്നെ ഞങ്ങൾക്കുള്ളൊരു പ്രാധാന്യം എന്ന് പറഞ്ഞാൽ അന്ന് ദ വീക്ക് മാഗസീനും മലയാള മനോരമൻ്റെ കൂടെ ഉണ്ടായത്. ഇത് രണ്ടും കൂടെ ആയിരുന്നു വെച്ചിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്തത്. അപ്പോൾ എനിക്കും കൂടെ കിട്ടി അതിൻ്റെ ചാൻസ് എന്നുള്ളതാണ്. അപ്പോൾ മൈക്കിൾ ജാക്സൺ വരുന്നതിൻ്റെ മുമ്പേ തന്നെ, ബോംബെയിൽ 2 ദിവസം മുമ്പേ തന്നെ ഡൽഹിയിൽ നിന്നിട്ട് വിമാനത്തിൽ വരുമ്പോൾ, ഞാൻ വളരെ ചുരുക്കി പറയുകയാണ്, ഇപ്പോൾ ഞങ്ങളുടെ വിമാനത്തിൻ്റെ പൈലറ്റ് ബോംബെ വിമാനത്താവളത്തിൽ ഈ വിമാനം ഇറങ്ങുന്ന സമയത്ത് പറഞ്ഞു, നിങ്ങളുടെ റൈറ്റ് സൈഡിലുള്ള പിന്നെ വിമാനം മൈക്കിൾ ജാക്സൺ വന്നതാണ്. അപ്പം എൻ്റെ വിൻഡോൻ്റെ സൈഡിലായിരുന്നു അത്. നോക്കിയപ്പോൾ ഒരു ബ്ലൂ വിമാനം, അത് അദ്ദേഹം പൈലറ്റ് പറയുകയും ചെയ്തു അത് മൈക്കിൾ ജാക്സൻ്റെ വിമാനമാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പിന്നീട് അറിഞ്ഞത് മൈക്കിൾ ജാക്സൻ്റെ ഈ സ്റ്റേജ്, ഈ പരിപാടിയുടെ സ്റ്റേജ് മൊത്തം കൊണ്ടുവന്ന് സ്റ്റേജും സൗണ്ട് സിസ്റ്റവും ഒക്കെ കൊണ്ടുവന്നത് US നിന്ന് ഈ വിമാനം 2 തവണയായിട്ടിട്ടാണ് വന്നതെന്നുള്ളതാണ്. അപ്പോൾ മൈക്കിൾ ജാക്സൻ്റെ ഈ പരിപാടി എന്ന് പറഞ്ഞാൽ രാത്രി ഏതാണ്ട് 9:30 മണിക്കാണ് തുടങ്ങുക. അപ്പോൾ ഈ പടം ഓഫീസിൽ എത്തിക്കുക എന്നുള്ളതിന് ആ കാലഘട്ടത്തിലെ പ്രധാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ മാതിരിയുള്ള പിന്നെ വളരെ പെട്ടെന്ന് ലൈവായിട്ട് അയക്കാനോ ഒന്നും സാധ്യതയില്ലാത്ത കാലമാണ്. അന്ന് ഡിജിറ്റൽ ക്യാമറ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പിന്നെ അയക്കുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഫിലിമിൽ എടുത്തതിന് ശേഷം പിന്നെ ഡെവലപ്പ് ചെയ്ത് എന്നിട്ട് പിന്നെ സിസ്റ്റം വഴി, അതായത് ഫോട്ടോ ട്രാൻസ്മിറ്റർ ഉണ്ട്, അതുവഴിയാണ് കോട്ടയത്തേക്ക് അയക്കേണ്ടത്. അതും കളർ ഫോട്ടോ ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ 2 ദിവസം മുമ്പേ എത്തിയതുകൊണ്ട് ഈ സ്റ്റേഡിയത്തിനടുത്തുള്ള ഒരു സ്റ്റുഡിയോ തപ്പിപ്പിടിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ എൻ്റെ ടാർഗറ്റ് എന്നുണ്ടായിരുന്നത്. എന്നെ സഹായിക്കാൻ തോമസ് ജേക്കബിൻ്റെ മകൻ അരുൺ ജേക്കബ് ഉണ്ടായിരുന്നു കൂടെ. അപ്പോൾ ഈ സ്റ്റുഡിയോ കണ്ടുപിടിച്ചിട്ട് അപ്പോൾ ഞങ്ങൾ അവരോട് പറഞ്ഞു രാത്രി ഒരു 9:30 മണിയാവും. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളൊരു 7-8 മണിയാകുമ്പോൾ കിടക്കും. വേണ്ട, നമുക്ക് വേണ്ടിയിട്ട് നിൽക്കണം, ഇങ്ങനെ ഒരു പരിപാടിക്കാണ്, മൈക്കിൾ ജാക്സൻ്റെ ഒരു പടം അയക്കാനാണ്, പൈസ എത്ര വേണമെങ്കിലും ഓഫീസിൽ തരും, അതുകൊണ്ട് അത് ബേജാറാണ്ടായി, നിങ്ങൾ 2 പേരെ 3 പേരെ ജോലിക്ക് വേണമെങ്കിൽ നിർത്തിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ മൈക്കിൾ ജാക്സൺ വരുന്നതിൻ്റെ തലേ ദിവസം നമ്മളൊരു ടെസ്റ്റ് പടം അയച്ചു, ഈ സ്റ്റേഡിയത്തിൻ്റെ ഒക്കെ ആയിട്ടുള്ള. അങ്ങനെ ഈ മൈക്കിൾ ജാക്സൺ വരുന്ന ദിവസം അദ്ദേഹം വിമാനം ഇറങ്ങി വരുന്ന വഴിക്ക് ഫോട്ടോഗ്രാഫർമാരെല്ലാവരെയും ഒരു സ്ഥലത്ത് നിർത്തുക ചെയ്തത്. അപ്പോഴാണ് പിന്നെ ഈ മൈക്കിൾ ജാക്സൺ ഈ മഹാരാഷ്ട്രൻ്റെ വേഷം ഇട്ടിട്ട്, അപ്പോൾ നമ്മളെ ഫോട്ടോഗ്രാഫറെ നിർത്തിയതിൽ നിന്നിട്ട് കുറേ ദൂരെയാണ് ഈ പിന്നെ മഹാരാഷ്ട്രൻ്റെ വേഷം ഇട്ടിട്ട് ഈ ഡ്രം കൊട്ടിയിട്ട് കുറേ ആൾക്കാർ പാട്ട് പാടുകയും നൃത്തം വെക്കുകയും ചെയ്തപ്പോൾ
മൈക്കിൾ ജാക്സൺ വരുന്ന സമയത്ത് ഞങ്ങൾക്കത് കാണാനേ പറ്റുള്ളൂ, ഫോട്ടോ എടുക്കാനുള്ള സൗകര്യം ഇല്ലായിരുന്നു. അവരെ കൂടെ പോയിട്ട് 2 സ്റ്റെപ്പ് വെച്ചിട്ടാണ് ഞങ്ങളെ മുമ്പ് കൂടെ മൈക്കിൾ ജാക്സൺ പോകുന്നത്. അപ്പോൾ ഞാൻ വളരെയധികം ആരാധിച്ചിരുന്ന ഒരുപാട് കാലത്തെ അദ്ദേഹത്തിൻ്റെ കാസറ്റുകളിൽ, അന്നൊക്കെ കാസറ്റാണ്, പാട്ട് കേട്ടിരുന്ന ഒരു വലിയൊരു മഹാൻ, ലോകത്തിലെ ഏറ്റവും വലിയ പോപ്പ് സംഗീതമൊക്കെ നമ്മളെ മുമ്പ് കൂടെ പോവുക, അദ്ദേഹത്തിൻ്റെ ഒരു പടം എടുക്കുക എന്നുള്ളത് എൻ്റെ ജീവിതത്തിലൊരു വലിയ സംഭവമായിട്ടാണ് ഞാനത് കരുതുന്നത്. അങ്ങ് ഈ വിമാനത്തിന്റെ കാര്യം ചൂണ്ടിക്കാട്ടിയപ്പോൾ എനിക്ക് ഓർമ്മയിൽ വന്നത് 1990 മുതൽ 97 വരെ അങ്ങ് ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ഏതാണ്ട് 5ഓളം പ്രധാനമന്ത്രിമാർ ഇങ്ങനെ മാറി മാറി വന്ന വലിയ രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾ ഉണ്ടായ ഒരു കാലഘട്ടമാണല്ലോ. ബാബറി മസ്ജിദ് ധ്വംസനം ഉൾപ്പെടെയുള്ള പല ചരിത്ര സംഭവങ്ങളും അങ്ങ് നേരിട്ട് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരാളാണ് എന്നുള്ളത് ഞാൻ വായിച്ച് അറിഞ്ഞിട്ടുണ്ട്. അന്ന് അതിലൊരു ഫോട്ടോ നമ്മൾ കാണിക്കുന്നുണ്ട്. അത് AB വാജ്പേയി ഒരു വിമാനത്തിൽ, അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ വിമാനത്തിൽ ഇങ്ങനെ ഒരു ടേബിളിൽ കാല് വെച്ചിട്ട് ഇങ്ങനെ ഇരുന്നുറങ്ങുന്ന ഒരു ഫോട്ടോയാണ്. മറ്റൊന്ന് ഇപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള അന്ന് BJPയുടെ ദേശീയ നേതാവായി, ഗുജറാത്തിലെ നേതാവായിരുന്ന നരേന്ദ്രമോദി, അദ്ദേഹത്തിൻ്റെ ക്ലീൻ ഷേവ് ചെയ്തിട്ടുള്ള അപൂർവമായിട്ടുള്ള ഒരു ഫോട്ടോയാണ്. മറ്റൊന്ന് രാഹുൽ ഗാന്ധിയുടെ, അന്നൊന്നും രാഹുലിനെ അങ്ങനെ കാണാനില്ലായിരുന്നു, രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം കൊല്ലപ്പെടുന്ന ആ സമയത്ത്, അതിന് മുൻപൊക്കെ ഹരിയാനയിൽ വെച്ച് അങ്ങ് പകർത്തിയ ഒരു ചിത്രമുണ്ടല്ലോ, രാഹുൽ നല്ല വെള്ള ടീഷർട്ടും നീല ഡെനിം ജീനൊക്കെ ഇട്ടുകൊണ്ട് എടുത്ത ഫോട്ടോകൾ. ഇങ്ങനെ ഇതെല്ലാം ഈ ചരിത്രത്തിന്റെ ഭാഗമായ ഒരുപാട് ഫോട്ടോകളുണ്ട്, പ്രത്യേകിച്ച് ഈ രാഷ്ട്രത്തലവന്മാരുടെ ഒപ്പം ഉൾപ്പെടെ. യാസർ റാഫത്തിന്റെ കൂടെയുള്ള ഫോട്ടോയും ഉണ്ട്. നെൽസൺ മണ്ടേലൻ്റെ പടം എടുത്തിട്ടുണ്ട് ഞാൻ ഡൽഹിയിൽ നിന്ന്. അതെനിക്കൊരു വളരെ, അതായത് 27 വർഷം ജയിലിൽ കഴിഞ്ഞിട്ടുള്ള ഒരു മനുഷ്യൻ ഇന്ത്യയിൽ വരുമ്പോൾ നമുക്കൊക്കെ ഉണ്ടാവും, നമ്മൾ വളരെ ചെറുപ്പത്തിലെ വായിച്ച് പഠിച്ച് ഇങ്ങനൊരു മഹാനായ മനുഷ്യൻ്റെ ഫോട്ടോ എനിക്ക് ഡൽഹിയിൽ നിന്ന് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതിലേതാണ് ആദ്യം ഞാൻ പറയേണ്ടത് എന്ന് പറഞ്ഞാൽ മൈക്കിൾ ജാക്സനെ തന്നെ പറയാം. ശരിക്കും അത് പറഞ്ഞിട്ട് പെട്ടെന്ന് അല്ല, മൈക്കിൾ ജാക്സണിലേക്ക് വരെ നമുക്ക് നമ്മളെ പ്രധാനമന്ത്രിമാരുടെ കാര്യമാണ് പറഞ്ഞത്. ഞാൻ ഈ സമയക്കുറവുള്ളതുകൊണ്ടാണ് ഇടപെടുന്നത്, ക്ഷമിക്കുക. അതായത് നമ്മൾ ഈ പ്രധാനമന്ത്രിമാരുടെ കൂടെയുള്ള ഒരു വിമാനയാത്ര അതൊരു വലിയ അനുഭവമാണല്ലോ. ചിലപ്പോൾ ഒരുപക്ഷെ ഇന്നിപ്പോൾ മോദിയൊക്കെ വ്യത്യസ്തമായൊരു ശൈലിയാണ് സ്വീകരിക്കുന്നത്. പണ്ട് ഈ ഫോട്ടോഗ്രാഫർമാരെയും പത്രപ്രവർത്തകരെയും എല്ലാം പ്രധാനമന്ത്രിയുടെ പ്രസിഡൻഷ്യൽ അല്ലെങ്കിൽ പ്രധാനമന്ത്രിമാരുടെ വിമാനത്തിൽ കൊണ്ടുപോവുക എന്നുള്ളതൊരു പതിവ് ഉണ്ടായിരുന്നല്ലോ. അവരുമായിട്ടുള്ള ഇന്ററാക്ഷൻ അതെങ്ങനെയായിരുന്നു? കൊണ്ടുപോകും. അതായത് ഞാൻ 10 പ്രധാനമന്ത്രിമാരുടെ ഫോട്ടോ എടുത്തിട്ടുണ്ട് ഇന്ത്യയിലെ. അതായത് പിന്നെ ഇന്ദിരാഗാന്ധി മുതൽ നരേന്ദ്രമോദി വരെയുള്ള. അപ്പോൾ പിന്നെ ഈ നേതാവിൻ്റെ കൂടെ ഒരു ദിവസം എന്നുള്ളതിലാണ് വാജ്പേയിൻ്റെ കൂടെ ഞാനും D വിജയമോഹൻ എന്ന് പറഞ്ഞ റിപ്പോർട്ടറും ഇന്ത്യൻ എക്സ്പ്രസ്സിൽ പെണ്ണും കൂടെ ഈ വിമാനത്തിൽ, കുഞ്ഞു വിമാനത്തിൽ, അതുകൊണ്ട് 10 പേർക്ക് കയറാവുന്ന വിമാനമാണത്. അത് 2 പൈലറ്റ്, ഒരു ഗൺമാൻ, പിന്നെ ഞങ്ങൾ 3 പേരും. അപ്പോൾ ഈ വിമാനത്തിൽ ഇൻ്റർവ്യൂ കൊടുത്തു. ഈ ഇന്ത്യൻ എക്സ്പ്രസ്സിലെ ആ പെൺകുട്ടിക്കും D വിജയമോഹനും വാജ്പേയി ഈ വിമാനത്തിൽ വെച്ച് ഇൻ്റർവ്യൂ കൊടുത്തതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ, അപ്പോൾ ഇത് ഡൽഹി വിമാനത്താവളത്തിൽ നിന്നിട്ട് ഭോപ്പാലിലേക്കാണ് പോകുന്നത്. അദ്ദേഹത്തിൻ്റെ മണ്ഡലമായിട്ടുള്ള വിദിഷ എന്ന് പറഞ്ഞിട്ടുള്ള, അതായത് മധ്യപ്രദേശിലെ വിദിഷയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആ പോക്കിൽ പിന്നെ നേതാക്കന്മാരല്ലേ, അവർ ഒരുപാട് യാത്ര ചെയ്യുകയും ക്ഷീണിക്കുകയൊക്കെ ചെയ്യുമല്ലോ. അതുകൊണ്ട് പിന്നെ ഈ പരിപാടി, ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം കാലെടുത്ത് ഈ മേശപ്പുറത്ത് വെച്ച് അങ്ങ് ഉറങ്ങിപ്പോവുക ചെയ്തത്. ഈ ഉറങ്ങിപ്പോകുന്ന ഒരു അവസരം, അപ്പോൾ അതിൻ്റെ മുമ്പ് ഇൻ്റർവ്യൂവിൻ്റെ ഒക്കെ പടം ഞാൻ എടുത്തു. ഈ പിന്നെ വാജ്പേയി ഞങ്ങളെ 2 പേര്, വിജയമോഹനെ ആദ്യം അറിയാം, എന്നെ ഈ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ പെൺകുട്ടിയെയും പരിചയപ്പെടുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം കിടന്ന് ഉറങ്ങിയപ്പോൾ ഞാൻ ക്യാമറയായിട്ട് മെല്ലെ, ചെറിയൊരു ബസ്സിൻ്റെ വീതിയേ ഉള്ളൂ ഈ വിമാനത്തിന്, വാജ്പേയിൻ്റെ അടുത്തേക്ക് നെല്ലെ പോയപ്പോൾ ഗൺമാൻ എന്നോട് പറഞ്ഞു പടം എടുക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഗൺമാൻ എൻ്റെ അടുത്ത് വന്നിരുന്നു. അപ്പോൾ വാജ്പേയിൻ്റെ കാലിൻ്റെ തൊട്ടിപ്പുറമാണ് ഞാൻ ഈ ക്യാമറയുമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഞാനും ഗൺമാനും തമ്മിൽ ഒരുപാട് ശബ്ദം കുറച്ചിട്ടുള്ള സംസാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുകയാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനൊരു അവസരം പിന്നീട് ഒരിക്കലും കിട്ടില്ല എന്നുള്ള. അപ്പോൾ ഗവൺമെൻറ് പറഞ്ഞു നോ നോ നോ, പടെടുക്കാനേ സമ്മതിക്കില്ല. അതൊക്കെ ഈ ആംഗ്യം കൊണ്ടൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒരു ഗതിയില്ലാതെ പിടിച്ച് ഞാൻ പറഞ്ഞു അവസാനം ഞാൻ അദ്ദേഹത്തോട് വളരെ പതുക്കെ പറഞ്ഞു ഒരിക്കലും പബ്ലിഷ് ചെയ്യില്ല എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഒരു ഗതിയില്ലാതായപ്പോൾ അദ്ദേഹം പറഞ്ഞു എടുത്തോ പഹയ എന്നുള്ള രീതിയിലായി, എടുത്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എടുത്തിട്ടുള്ളൊരു പടമാണ്. ഈ ആദ്യം തന്നെ ഗവൺമെൻറ് പിന്നെ പറഞ്ഞിട്ട് അതിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു ഏറ്റവും നല്ലൊരു പടം കിട്ടില്ലായിരുന്നു എന്നുള്ള. ഫോട്ടോഗ്രാഫർ എപ്പോഴും എത്ര ചീത്ത കേട്ടാലും അടി കിട്ടിയാലും ഒക്കെ നമ്മൾ വിചാരിച്ചത് എടുക്കുക എന്നുള്ളതാണ് ഇതിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുള്ളൊരു കാര്യം. പറഞ്ഞോളൂ. ശ്രീ P. മുസ്തഫ, അതേപോലെ തന്നെ രാഹുലിന്റെ അപൂർവമായിട്ടുള്ള ഒരു ഫോട്ടോ, അത് യഥാർത്ഥത്തിൽ റെയറസ്റ്റ് ഓഫ് ദ റെയർ ആണെന്ന് പറയാം. നമ്മളിന്ന് കാണുന്ന രാഹുലേ അല്ല, വളരെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള രാഹുലാണ്. എങ്ങനെയാണ് രാഹുലിന്റെ പടം അന്ന് എടുത്തത്?
അത് ഈ രാജീവ് ഗാന്ധി ഹരിയാനയിൽ ഒരു വെടിവെപ്പ് നടന്നു. പിന്നെ ഈ ഹരിയാനയിലെ മേഹം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വെടിവെപ്പ് നടന്നിട്ട് കോൺഗ്രസിൻ്റെ ഭാഗത്തുള്ള ഒരു 2-3 പേര് മരിച്ചു പോയിരുന്നു. അവരുടെ വീട് സന്ദർശിക്കാൻ വേണ്ടിയിട്ട് രാജീവ് ഗാന്ധി 10 ജൻപത്ത്, അതായത് ഡൽഹിയിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നിട്ട് മാരുതി ജിപ്സി വാൻ അതിൽ യാത്ര ചെയ്യാണ്. അപ്പോൾ ഡൽഹിയിൽ നിന്ന് ഒരുപാട് പത്രക്കാരും അവരുടെ വാഹനത്തിൽ അദ്ദേഹത്തെ പിന്തുടരുന്നുണ്ട്. അങ്ങനെ ഈ മേഹം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ ഗ്രാമത്തിലെത്തിയപ്പോൾ രാജീവ് ഗാന്ധി, ഞാൻ വളരെ പെട്ടെന്ന് പറയണത്, ഒരു മിനിറ്റ്, രാജീവ് ഗാന്ധി പിന്നെ മേഹം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി കാറിൽ നിന്ന് ഇറങ്ങി ഈ വീടുകളിലേക്ക് പോകുന്ന സമയത്താണ് പിന്നെ ഈ എന്നോടൊരാൾ പറഞ്ഞത്. അപ്പോൾ ഈ പത്രക്കാരും ഫോട്ടോഗ്രാഫർമാരൊക്കെ രാജീവ് ഗാന്ധിനെ പിന്തുടരുക ചെയ്തത്. അപ്പോൾ എന്നോട് ഒരാൾ ഇതിനകത്ത് പറഞ്ഞു, രാഹുൽ ഗാന്ധി ഉണ്ട് കാറിലെന്ന് പറഞ്ഞു. അപ്പോൾ രാജീവ് ഗാന്ധിനെ പലതവണ ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട്. രാഹുൽ ഗാന്ധിനെ എനിക്ക് ഒരിക്കലും കിട്ടിയിട്ടില്ല. കേട്ടുകേൾവി എന്നല്ലാതെ ഒരിക്കലും ഈ രാജീവ് ഗാന്ധി ഇവരെയൊന്നും പുറത്ത് കൊണ്ടുവരാറില്ലായിരുന്നു. അങ്ങനെ ഞാൻ നേരെ തിരിച്ച് ഈ ജിപ്സിൻ്റെ വാൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോഴാണ് അതിൻ്റെ അകത്ത് രാഹുൽ ഗാന്ധി ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ മെല്ലെ പിന്നെ ഗ്ലാസ്സിന് മുട്ടിയിട്ട്, AC ആണ്, ഗ്ലാസ്സിന് മുട്ടിയിട്ട് ഒന്ന് പുറത്ത് വരുമോ, ക്യാമറ അങ്ങനെ പൊതിച്ച് കാണിച്ചു കൊടുത്തു, ഒരു ഫോട്ടോ എടുക്കാനാണ്. അപ്പോൾ എനിക്ക് കൈ കൊണ്ട് ആംഗ്യം കാണിച്ചു, ഇല്ല വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കുറേ മുട്ടിയപ്പോൾ ഞാൻ പിന്നീട് പറഞ്ഞു അദ്ദേഹത്തോട്, ആ ഗ്ലാസ് ഒന്ന് കുറച്ച് താഴ്ത്തുമെന്ന് ചോദിച്ചു, ആ മിറർ. അപ്പോൾ അദ്ദേഹം താഴ്ത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കേരളത്തിൽ നിന്ന് വരുന്ന ഫോട്ടോഗ്രാഫറാണ്, കോൺഗ്രസിനെ വളരെ ഇഷ്ടമാണ്, ഇന്ദിരാഗാന്ധിൻ്റെയും അച്ഛൻ്റെയും ഒക്കെ പടം എടുത്തിട്ടുള്ള ഒരാളാണ്, ഒന്ന് എനിക്ക് കാറിൻ്റെ പുറത്തേക്കൊന്ന് ഇറങ്ങി തരുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ സൗമ്യനായിട്ട് താഴത്തേക്ക് ഇറങ്ങി നിൽക്കുന്ന പടമാണ്. എനിക്ക് തോന്നുന്നത് അത് രാഹുൽ ഗാന്ധിൻ്റെ ആദ്യത്തെ പൊളിറ്റിക്സ് ഭൂമിയിൽ ഇറങ്ങുന്ന പടമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വേറെ ആരും ഇങ്ങനെ ഒരു പടം മുമ്പ് എടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഈ രാഹുൽ ഗാന്ധി പിന്തുടർന്ന് അച്ഛൻ പോയ വഴിക്ക് പോകുന്നതാണ്. അതാണ് ആ പടം. ശ്രീ പി മുസ്തഫ, അതേപോലെ തന്നെ ഒരുപാട് ചരിത്ര സംഭവങ്ങൾ അങ്ങ് നേരിട്ട് സാക്ഷ്യം വഹിച്ചിട്ടുണ്ടല്ലോ. അതിലൊന്ന് അയോധ്യയിലെ ബാബറി മസ്ജിദ് ധ്വംസനമാണ്. നമ്മളൊന്നും ഓർക്കാൻ ആഗ്രഹിക്കാത്ത ഒരു കാഴ്ച. അത് മലയാളി കണ്ടത് അങ്ങിലൂടെയാണ്. ആർ പ്രസന്നൻ, ഒപ്പം തന്നെ അന്ന് ദേശാഭിമാനി റിപ്പോർട്ടറായിരുന്ന ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെയുള്ള ആളുകൾ അങ്ങക്കൊപ്പം ഉണ്ടായിരുന്നല്ലോ. എങ്ങനെയാണ് ആ സാഹചര്യത്തിൽ അവിടെ നിന്ന് മാധ്യമപ്രവർത്തനം നടത്താനായത്? അതെ, അത് ഒത്തിരി പറയാനുണ്ട്, പക്ഷേ ഞാൻ വളരെ ചുരുക്കി പറയാം. അതായത് ഞാൻ അയോധ്യയിൽ 6 തവണ 7 തവണയെ പോയിട്ടുണ്ട്, പല തവണയായിട്ട്. ഞാൻ ഏറ്റവും പ്രയാസപ്പെട്ടത് 1990 കർസേവയ്ക്ക് പോയപ്പോഴാണ്. അന്ന് മുലായം സിംഗ് ആണ് UP ഉത്തർപ്രദേശ് ഭരിക്കുന്നത്, പിന്നെ VP സിംഗ് ആണ് പിന്നെ പ്രധാനമന്ത്രി. ആ സമയത്തെ കർസേവയിലാണ് ആദ്യമായിട്ട് 1990 പള്ളിൻ്റെ മുകളിൽ ഈ 3 മിനാരത്തിൻ്റെ മുകളിലും ഈ കൊടി പൊന്തിക്കുന്നത്. അത് ഈ അയോധ്യയിൽ മുഴുവനും ലഹള നടക്കുന്ന ഒരു സമയമാണ് ഈ ആദ്യത്തെ കർസേവയ്ക്ക്. അന്ന് വെടിവെപ്പ് നടന്നു. 17 കർസേവക്കാരായിട്ടാണ് അന്ന് വെടിയേറ്റ് മരിച്ചിട്ടുള്ളത്. അതിൽ വെടിവെക്കുന്ന പടം എൻ്റെ കയ്യിലുണ്ട്. രണ്ട് സ്ഥലത്തു നിന്ന് കർസേവക്കാരെ വെടിവെക്കുന്ന പടം എൻ്റെ കയ്യിലുണ്ട്. ആ പടവുമായിട്ട് ഞാൻ തിരിച്ച് പിന്നെ ലക്നൗവിൽ നിന്നിട്ട്, അന്ന് എൻ്റെ കൂടെ വന്നിരുന്നത് ബാലശങ്കർ എന്ന് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടറാണ്. അദ്ദേഹം BJP അടുത്ത് വളരെ അടുത്തിട്ടുള്ള ഒരാളാണ്. പിന്നീട് അദ്ദേഹം ഈ BJPൻ്റെ ഇൻ്റലക്ച്വൽ വിങ്ങിൻ്റെ ചീഫൊക്കെ ആയിട്ടുള്ളതാണ്. ഇപ്പം ഡൽഹിയിലാണ് അദ്ദേഹം ജോലി ചെയ്തത്. ഇപ്പം പത്രത്തിൽ നിന്നൊക്കെ ഒഴിഞ്ഞു പോയിട്ട്. അപ്പോൾ ആ സംഭവം പിന്നെ ഈ ലക്നൗവിൽ നിന്ന് ആദ്യത്തെ കാറ് ഞാനാണ് പോകുന്നത്. അപ്പോൾ ബാലശങ്കർ എന്നോട് പറഞ്ഞു, മുസ്തഫ ഈ ഫിലിം എത്രയും പെട്ടെന്ന് പിന്നെ ഡൽഹിയിൽ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ലക്നൗവിൽ നിന്നിട്ട് ഡൽഹിക്കുള്ള വിമാനമുണ്ടായിരുന്നു. ഈ സംഭവം നടന്ന ഉടനെ തന്നെ കർഫ്യൂ ആണ് പ്രഖ്യാപിച്ചത്. പിന്നെ അവിടുന്ന് ആദ്യം പോകുന്ന കാറ് നമ്മളതായിരുന്നു. അപ്പോൾ റോഡരികിലൊക്കെ തീയിട്ടിട്ട് ആഘോഷിക്കുകയാണ്. പിന്നെ ഈ സംഭവം നടന്നു. അതിൻ്റെ ഇടയിൽ ഈ കർഷകരെ വെടിവെച്ച് കൊന്നു. അപ്പം BJPൻ്റെ അനുഭാവികളും BHPക്കാരും ഒക്കെ റോഡ് മുഴുവനും അവരെ കയ്യിലാണ്. പല സ്ഥലത്ത് റോഡിൽ തീയിട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണ് ഞാൻ ഈ വിമാനത്താവളത്തിൽ ലക്നൗ വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ പിന്നെ ഞാൻ ഈ കാർ ഡ്രൈവറോട് മാക്സിമം സ്പീഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ വൈകിട്ടുള്ള വിമാനത്തിലാണ് ഞാൻ ഡൽഹിക്ക് പോകാനുള്ളത്. അപ്പോൾ ആ വിമാനം റദ്ദ് ചെയ്തു എന്നുള്ള, ആൾക്കാരില്ലാത്തതുകൊണ്ട് ആ വിമാനം റദ്ദ് ചെയ്തു. പിന്നെ ഉണ്ടായിരുന്ന ഒരു ആവരോ വിമാനമാണ്, 35 പേര് മറ്റോ കയറുന്ന വിമാനമാണ്, വളരെ ചെറിയ വിമാനം. അതിനുള്ള ടിക്കറ്റിന് എൻ്റെ കയ്യിൽ പൈസയില്ല, അതിലേക്കുള്ള ടിക്കറ്റും ഇല്ല. അങ്ങനെ വിമാനത്താവളത്തിൽ ഞാൻ വെറുതെ ഒന്ന് നോക്കിയപ്പോഴാണ് മലയാളിയെപ്പോലെ ഒരാളെ കണ്ടത്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഞാൻ താങ്കൾ മലയാളിയാണ്? ആന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ ആർക്കൈവ്സിൽ ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു, പേരെനിക്ക് മറന്നുപോയി. അദ്ദേഹത്തിനോട് ഞാൻ ഈ കാര്യം പറഞ്ഞു, പൈസ ഇല്ല, സഹായിക്കണം, ഡൽഹിയിലെത്തിയാൽ തരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹം പൈസ തന്നു. ആ ടിക്കറ്റിലാണ് ഞാൻ പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ ഡൽഹി പോയി. അദ്ദേഹത്തിന് നമ്മൾക്ക് മനോരമൻ്റെ ഇയർ ബുക്കൊക്കെ കൊടുത്തു. വളരെ സന്തോഷമായി നന്ദി പറഞ്ഞു നമ്മുടെ ബ്യൂറോ ചീഫ്. അത് കഴിഞ്ഞിട്ടാണ് ആ പടം എടുക്കുന്നത്. അതായിരുന്നു ഏറ്റവും എനിക്ക് കുറച്ച് റിസ്ക് ആയിരുന്നൊരു സംഭവം. ആ സമയത്താണ് എനിക്ക് പിന്നെ കർസേവക്കാർ
ഈ അർദ്ധ പോലീസുകാരെ സൈന്യത്തിന് എറിഞ്ഞപ്പോൾ ഒരു ഇഷ്ടിക കൊണ്ടുള്ള ഒരു ഏറ് കിട്ടിയത് അതിൻ്റെ പുറത്തായിരുന്നു. അതാണ് എൻ്റെ ജീവിതത്തിലെ എനിക്ക് ഈ ജോലിയിൽ അപകടം. ഇപ്പോൾ 52 വർഷമായി ഞാൻ ഫോട്ടോഗ്രാഫിയിൽ എനിക്ക് പറ്റുന്ന അപകടം അതായിരുന്നു. അതെനിക്ക് ശ്വാസം അയക്കുമ്പോഴൊക്കെ ഏതാണ്ട് ഒരു 10-15 ദിവസത്തോളം എനിക്ക് ഈ ചെസ്റ്റിൽ നിന്ന് പെയിൻ വരിയിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അത് ഗ്രാജുവലായിട്ട് ഇല്ലാതായി. ഞാനത് ആരോടും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ശ്രീ പി മുസ്തഫ, നമ്മൾ ഈ ഫോട്ടോഗ്രാഫി ദിനത്തിലാണല്ലോ ഇക്കാര്യം സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങ് തന്നെ പറഞ്ഞതുപോലെ ആ ഇഷ്ടയിൽ കിട്ടിയ ഏറ് എത്രത്തോളം ഗുരുതരമായിട്ടുള്ളതായിരുന്നു എന്ന് അങ്ങ് ചൂണ്ടിക്കാട്ടി. നോക്കൂ, ലോകത്ത് ഇപ്പോൾ ഒരുപാട് സംഘർഷങ്ങൾ നടക്കുന്ന സമയമാണ്. മാധ്യമപ്രവർത്തനം വളരെ ദുഷ്കരമാണ്, പല അർത്ഥത്തിൽ ദുഷ്കരമായി നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അതിൻ്റെ മറ്റൊരു തലം കണ്ട ഒരു വ്യക്തി എന്ന നിലയിൽ അങ്ങ് വിക്ടർ ജോസഫിന്റെ പേര് പരാമർശിച്ചു പോയതുകൊണ്ട് അദ്ദേഹത്തെ ഈ ലോക ഫോട്ടോഗ്രാഫി ദിനത്തിൽ പരാമർശിക്കാതെ പോകാൻ സാധിക്കില്ലല്ലോ. ഉറപ്പായും വെള്ളിയാനിമലയുടെ ആ വന്യതയിലേക്ക് അദ്ദേഹം സ്വയം സമർപ്പിക്കപ്പെട്ടു, അല്ലെങ്കിൽ ആ റിസ്ക് എടുത്ത് അദ്ദേഹം പോയിട്ടുള്ള ഒരു വ്യക്തിയാണല്ലോ. അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആ പ്രവർത്തന പരിചയം, ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തനം, പ്രത്യേകിച്ച് പത്ര ഫോട്ടോഗ്രാഫർമാർ ഉൾപ്പെടെ നേരിടുന്ന ഒരു വെല്ലുവിളികൾ. ഞാൻ പറയാം, അതുകൂടെ പറയാം. വിക്ടറിന് പ്രണാമം അർപ്പിക്കാനാണ് ഞാൻ ആദ്യം ഇവിടെ ഇരുന്നത്. പക്ഷേ താങ്കളുടെ ചോദ്യത്തിൽ നിന്ന് എനിക്ക് പോയി എന്നുള്ളതാണ്. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു. ഞങ്ങൾ ഒന്നിച്ച് പല സ്ഥലത്തും ഡൽഹിയിലും കേരളത്തിലൊക്കെ ജോലി ചെയ്താണ്. വിക്ടർ മഴയെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ്. വിക്ടറെ പറ്റി പറയുമ്പോൾ വിക്ടർ വെറും മഴ ഫോട്ടോഗ്രാഫർ മാത്രമല്ല, അദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും നല്ല നമ്പർ 1 ഫോട്ടോഗ്രാഫർമാരിൽ ഒരാളായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു. അദ്ദേഹത്തിന് ഈ ഉരുൾപൊട്ടിയ സ്ഥലത്ത് ഫോട്ടോ എടുക്കാൻ പോയി വീണ്ടും ഉരുൾപൊട്ടിയിട്ട് മരിച്ച, അതായത് ജോലി ചെയ്യേ കേരളത്തിൽ മരിച്ച ആദ്യത്തെ ആളാണ് വിക്ടർ. അതിപ്രശസ്തനായിട്ടുള്ള ഫോട്ടോഗ്രാഫറാണ്. അദ്ദേഹത്തിനെ ഞാൻ ഒരിക്കലും മറക്കുന്നില്ല. കാരണം എൻ്റെ കൂടെ ജോലി ചെയ്ത സുഹൃത്തുമാണ്. മറ്റൊന്ന് പറയാനുള്ള, ഇപ്പോൾ ഗാസയിൽ നടക്കുന്നത് ഗാസയിൽ ഈ ഒരു 1.5 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഏതാണ്ട് 250 പേരെ ജേർണലിസ്റ്റുകൾ മാത്രം മരിച്ചു എന്നുള്ളതാണ്. അത് ലോക ചരിത്രത്തിൽ തന്നെ 1-ാം ലോകമഹായുദ്ധം, 2-ാം ലോകമഹായുദ്ധം, ഇറാൻ ഇറാഖ് യുദ്ധവും ഇതിനെല്ലാം കൂടി നോക്കുമ്പോൾ അതിനേക്കാളേറെ ഈ ഒരൊറ്റ 1.5 വർഷം കൊണ്ട് ജേർണലിസ്റ്റുകൾ മരിച്ചു എന്നുള്ളത് വളരെ ഒരു ദുഃഖമായിട്ടുള്ളൊരു, ഉറപ്പായും ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്. ഒരൊറ്റ കാര്യം കൂടി, സമയപരിമിതി ഉള്ളതുകൊണ്ടാണ് ഇടപെടുന്നത്. ശ്രീ പി മുസ്തഫ, അങ്ങ് എടുത്തതിൽ ഞാൻ തന്നെ വ്യക്തിപരമായി സെലക്ട് ചെയ്ത ഫോട്ടോസാണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്തത്. അത് ഒരുപാട് ചരിത്ര സംഭവങ്ങളുടെ ഭാഗമായി പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ ഉൾപ്പെടെ ചിത്രങ്ങളായതിനാലാണ് അങ്ങനെ സെലക്ട് ചെയ്തത്. പക്ഷേ അങ്ങയുടെ നാച്ചുറൽ ഫോട്ടോഗ്രാഫി ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ അങ്ങയുടെ ഫേസ്ബുക്ക് വാളിൽ തന്നെ ഉണ്ട്. ആ ചിത്രങ്ങൾ അവിടെ കാണാനാകുന്നുണ്ട്. അത് പ്രേക്ഷകർ കണ്ടിട്ടുള്ളതാണ്. പ്രകൃതിയെ എടുക്കുന്നതാണോ, പ്രകൃതിയെ പകർത്തുന്നതാണോ, അല്ലെങ്കിൽ മനുഷ്യരെ പകർത്തുന്നതാണോ, എന്താണ് അങ്ങയ്ക്ക് വ്യക്തിപരമായ ആനന്ദം നൽകുന്നത്? ചുരുക്കി പറയാം. ഞാനൊരു ഫോട്ടോ ജേർണലിസ്റ്റ് ആയതുകൊണ്ട് ഈ സംഭവങ്ങൾ എടുക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ വിമാന ദുരന്തം ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ചർക്കി ദാദ്രി എന്ന് പറഞ്ഞാൽ ഹരിയാനയിലെ ചർക്കി ദാദ്രിയിൽ 2 വിമാനങ്ങൾ കൂട്ടിയിടിച്ചിട്ടുള്ള 351 പേര് മരിച്ചിട്ടുള്ള വിമാന ദുരന്തമാണ് എന്നെ ഏറ്റവും കൂടുതൽ ഹെർട്ട് ചെയ്തത്. ഈ 351 പേരും മരിച്ചുപോയി എന്നുള്ളതാണ്. അപ്പോൾ അതാണ് എൻ്റെ 349 പേരും മരിച്ചുപോയി. അത് മുഴുവനും ഞാൻ രാത്രിയും രാവിലെയുമായിട്ട് പടമെടുക്കുകയും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാതെ വിഷമമുണ്ടാക്കുകയും ചെയ്തിട്ട് അങ്ങനെ 3 വിമാന ദുരന്തങ്ങൾ എടുത്തിട്ടുണ്ട്. കേരളത്തിലെ 3 ട്രെയിൻ ദുരന്തങ്ങളും ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലുത് പെരുമൺ ദുരന്തമാണ്. 55 പേര് മരിച്ചിട്ടുള്ളത് 1988 എനിക്ക് തോന്നുന്നത്. ഞാൻ കേരള കൗമുദിയുടെ ഫോട്ടോഗ്രാഫറാണ്. ദുരന്തങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ഞാൻ. അതൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മളെ മനസ്സ് ഉള്ളിൽ കരയും. ശരി. പക്ഷേ അതുപോലെ തന്നെ ലാത്തൂർ ഭൂകമ്പം, ഇതെല്ലാം ഞാൻ കവർ ചെയ്തിട്ട് സന്തോഷത്തിൻ്റെ ഒരുപാട് സംഭവങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരൊറ്റ വാക്ക് ഞാൻ പറയട്ടെ, ഇപ്പോഴുള്ള മിടുക്കരായിട്ടുള്ള കുട്ടികൾ, അതായത് ഇപ്പം എല്ലാവരും ഫോട്ടോഗ്രാഫർമാരാണ്. ഈ കൊച്ചു കുട്ടികൾ പോലും മൊബൈൽ ഇറങ്ങിയതോട് കൂടിയിട്ട് കേരളം അല്ല ലോകം മുഴുവനും ഫോട്ടോഗ്രാഫർമാരായി എന്നുള്ളതാണ് എല്ലാവരും. അപ്പോൾ ഫോട്ടോഗ്രാഫിക്ക് ഒരുപാട് പ്രാധാന്യമുള്ള കാലമാണ്. ഫോട്ടോഗ്രാഫി മാത്രമല്ല, വീഡിയോഗ്രാഫി അടക്കം ആ ഒരു കാലഘട്ടത്തിലാണ്. അപ്പം നമ്മളെക്കാരും മിടുക്കരായിട്ടുള്ള ഒരുപാട് ചെറുപ്പക്കാരുടെ കൂടെയാണ് ഞാനിപ്പം ഈ നോക്കുന്നത്. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ കണ്ടുകൾ എത്ര മിടുക്കരായിട്ടുള്ള ഫോട്ടോഗ്രാഫർമാർ നമ്മളെ കേരളത്തിലുണ്ട് എന്നുള്ളതാണ്. എന്തൊക്കെയുണ്ടെങ്കിൽ ചോദിച്ചോളൂ, പെട്ടെന്ന് നിർത്താം. ഈ ഒറ്റ കാര്യം കൂടി, അവസാനമായ ഒരൊറ്റ ചോദ്യം കൂടി. അങ്ങ് ഈ ഫിലിം റോളിൽ ഫോട്ടോ എടുത്ത് തുടങ്ങിയ ആളാണല്ലോ. വളരെ അനലോഗായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഫോട്ടോ എടുത്ത് തുടങ്ങി, ഡിജിറ്റലൈസ്ഡ് ആയി ഫോട്ടോഗ്രാഫി. ഇപ്പോൾ ഇത് AI കാലത്തേക്ക് എത്തിയിരിക്കുന്നു. നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്നത് ഫോട്ടോ പകർത്തി തരും. അപ്പോൾ ആ കാലമായിരുന്നോ ഈ കാലമായിരുന്നോ എന്നൊരു കമ്പാരിസന് സാധ്യതയുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഞാൻ ഫീൽഡ് ക്യാമറ, അതായത് ഒരൊറ്റ ഫിലിം ഇട്ടിട്ടുള്ള ക്യാമറ മുതൽ
ഒറ്റ ഫോട്ടോ എടുത്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് അറിയാമല്ലോ ഫീൽഡ് ക്യാമറ 3 കാലിൽ വെച്ചിട്ടുള്ള അതിൽ ഫോട്ടോ എടുത്തിട്ട് മുതൽ ഇന്നിപ്പോൾ ഡിജിറ്റൽ കഴിഞ്ഞിട്ട് ഞാൻ മിറർലെസ്സിലാണ്. എൻ്റെ അടുത്തുള്ളത് ഇപ്പോൾ മിറർലെസ് ക്യാമറയാണ്. നിക്കോൺ Z6 എന്ന് പറഞ്ഞ ഏറ്റവും ലേറ്റസ്റ്റ് ക്യാമറയാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നാട് ഓടുമ്പോൾ നടുവേ ഓടുക എന്നുള്ളതാണ്. അന്നത്തതല്ല ഇന്നത്താണെന്ന് വെച്ചാൽ ഇന്നത്തതാണ് ഏറ്റവും നല്ലതെന്ന് പറയാം. കാരണം പടം എടുത്താൽ അപ്പം തന്നെ കാണാം എന്നുള്ളതാണ്. മറ്റ് നമ്മൾ 2-3 ദിവസം അതിനൊക്കെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അതിനുള്ള സമയമില്ല. ഇന്നത്തതാണ് ഏറ്റവും നല്ലതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, വളരെ നന്ദി ശ്രീ പി മുസ്തഫ. ന്യൂസ് മലയാളത്തിൽ ഹലോ മലയാളത്തിൽ അതിഥിയായി എത്തിയതിന് ഈ ലോക ഫോട്ടോഗ്രാഫി ദിനത്തിൽ ഇത്രയേറെ അനുഭവങ്ങൾ പങ്കുവച്ചത്. അനുഭവങ്ങളുടെ ഒരു കടലാണ് അങ്ങ് എന്ന് അറിയാം. 52 വർഷത്തെ മാധ്യമപ്രവർത്തന ഫോട്ടോഗ്രാഫി ജീവിതം ഇങ്ങനെ തുടരുന്നതിൽ എല്ലാ ആശംസകളും. ഇനിയും ദീർഘനാൾ അങ്ങനെ തുടരാനാകട്ടെ. വളരെ നന്ദി. മലയാള ന്യൂസിനോടും ഞാൻ നന്ദി പറയുന്നു എന്നെ ഈ പരിപാടിയിൽ പങ്കെടുപ്പിച്ചത്. താങ്ക് യു.